കണ്ണൂർ സ്വദേശിയായ ദീപയാണ് ഇനി കലൈഡോസ്കോപ്പിൽ പരിചയപ്പെടുന്നത്. എഴുതുന്നതും വായിക്കുന്നതും പറയുന്നതുമെല്ലാം തലതിരിച്ചാക്കിയ ഒരു അപൂർവ കുട്ടി. വർഷങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെയാണ് ഈ കുട്ടി എഴുത്തും വായനയുമെല്ലാം തലതിരിച്ചാക്കിയത്. എന്തു പറഞ്ഞാലും അത് അതേപടി തലതിരിച്ചു പറയാൻ ദീപയ്ക്ക് കഴിയും. അങ്ങനെ തലതിരിഞ്ഞുപോയ ജന്മത്തെ കാണാം ഇനി കലൈഡോസ്കോപ്പിൽ. ഒന്നും മനസ്സിലായില്ല അല്ലേ? ചിലരിങ്ങനെയാണ്, തല തിരിഞ്ഞു പോകും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ണൂർ മയ്യിൽ സ്വദേശി ദീപ. പേര് പറയുന്നതും പാട്ടുപാടുന്നതുമെല്ലാം തല തിരിച്ച്. മനസ്സിലായത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായത് മനസ്സിലാവൂല. ദിയാല സിനിമ, ലൈല സിനിമ, ഞാനപ്പോ ദുമ്യാല സിനിമ, ലാവുല സിനിമ, യോല സിനിമ. ഇതെന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ ദീപയുടെ അനുജത്തി സനിത എത്തും. ദീപ തല തിരിച്ചിടുന്നതെല്ലാം അനിയത്തി എടുത്ത് നേരെയാക്കി സംഭവം ക്ലിയർ ആക്കി തരും. നികണും കാരം നിലമക്കണ്ടേത്രനെ രുമരനീ ഞമകിൽതു തീർച്ച കനക നിങ്ങിക്കി ഗലവാരം ദീമു ഞുണിയാനം നേക്കാനെ വകാബാ കനി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിര അണിഞ്ഞു കാണേണം ഭഗവാനെ. മലയാളത്തിനൊപ്പം മറ്റ് ഭാഷകളും ഇതുപോലെ തലതിരിഞ്ഞു പോകും. പിടിച്ചോ തമിഴ്. ഡാഡി മമ്മി വീട്ടിൽ ഇല്ല, തടൈപ്പോട യാറും ഇല്ല, വിളയാടുപോമാ ഉള്ള വില്ലടാ ഡീടമി മട്ടിൽ വെള്ളായിടതടை പൊല്ലാമിരുയാടലി വിവം പൊല്ലയുഴല്ലവേ. மைதானம் தேவையில்லை, அம்பைரும் தேவையில்லை, யாருக்கும் தோல்வி இல்ல வில்லடா. ரும்யாயலாயி வத்தே ரும்பாயலாயி வத்தே கும்ரியடேயா வித்தோரல்லவே. கேளேண்டா மாமு, இது இண்டோர் கேம், தெரியாம நின்னா அது ரொம்ப ஷேமு. டாலேக்கு முமா நிரண்டோ எம்முகே மரே தென்னானி திகபாரோ மிஷே. விளையாட்டு ரூலு நீ இல்லாட்டி ஃபவுலு, பில்லேக தாண்டு அது தாண்டா கோலு. டாடி மம்மி ಟಿಯಲಿ ವಿಲ್ಲರು ಬಿಡೇಂಡಾ ತಲರು ಗಲ್ಲೆ ಎಂಡಿ ತಾಂಡಗಂಡ ತಾಲರು. ഡീടമിമ്മട്ടിൽ വില്ലായി ഇടതടை പൊല്ലാമിരുയാടലി വിവം പൊല്ലയുറല്ലവീ. കണ്ണൂർ മയ്യിൽ ഇ.കെ. ഉഷാറാണിയുടെ രണ്ടാമത്തെ മകളായ ദീപ എന്തുകൊണ്ടിങ്ങനെ തലതിരിഞ്ഞു പോയി എന്നതാണ് ഇനി. ജ്യേഷ്ഠൻ സുഭാഷുമായി നടത്തിയ പന്തയമാണ് തല തിരിച്ചു പറഞ്ഞു പഠിക്കാൻ ദീപയെ സഹായിച്ചത്. ഞാൻ ഇങ്ങനെ കുറെ പ്രോഗ്രാംസ് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പാടുന്നുണ്ട്, അപ്പോൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കലാപരമായിട്ടെന്നുള്ള ഒരു പ്രോഗ്രാം പറയുന്ന സമയത്ത് പാട്ട്, ഡാൻസ്, കഥാപ്രസംഗം ഇങ്ങനത്തെയൊക്കെയാണ് കണ്ടത്. അപ്പം കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ കാണുന്ന ഓഡിയൻസിനും കുറച്ചും കൂടി ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പറ്റിയ ഒരു ഐറ്റം തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ തിരിച്ചു പാടാൻ തുടങ്ങിയത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പരിശീലനം ദീപ ഇപ്പോഴും തുടരുകയാണ്. ദീപയുടേത് തല തിരിച്ചു പറച്ചിൽ മാത്രമല്ല, എഴുത്തുമുണ്ട്. ഒരേ സമയം 2 കൈകൊണ്ട് തല തിരിച്ചും അല്ലാതെയും എഴുതും. ഒരു കൈകൊണ്ട് തന്നെ നേരെ ചൊവ്വേ വൃത്തിക്ക് എഴുതാൻ പറ്റാത്തവർ ഇതും കാണുക. തലതിരിച്ച് എഴുതുന്നതിനു പുറമെ വരയ്ക്കുന്ന ചിത്രങ്ങളിലും വ്യത്യസ്തത പുലർത്തുവാൻ ദീപ പരീക്ഷണം തുടങ്ങി. ആദ്യ പേജിൽ ചിത്രത്തിന്റെ ഒരു ഭാഗമെങ്കിൽ മറുപുറത്ത് ചിത്രത്തിന്റെ പുറകിൽ നിന്നുള്ള കാഴ്ചയാവും ദീപ വരച്ചിടുന്നത്. ഇങ്ങനെ ദീപയുടെ തലതിരിഞ്ഞ പരീക്ഷണങ്ങളും പ്രകടനങ്ങളും തുടരുകയാണ്. എല്ലാം തലതിരിഞ്ഞു പോകുന്ന കാലത്ത് ദീപയുടെ അസാമാന്യ പ്രകടനം നേരെയാകുമായിരിക്കും. ലഞ്ഞിരി ചരീത്തി